സഹോദരനെ, ഞാൻ വലിയ വേദപണ്ഡിതനൊന്നും അല്ല. എങ്കിലും ചില വേദഭാഗങ്ങൾ എടുത്ത് ചിലപ്പോൾ വായിച്ച് കേൾപ്പിക്കുന്ന നിങ്ങളെ അത്രയേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുവിൻ. മലാക്കി 3:13 യഹോവ അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ വാക്കുകൾ എനിക്കെതിരെ അതികഠിനമായിരിക്കുന്നു. എന്നാൽ ഞങ്ങൾ നിനക്കെതിരെ എന്ത് സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നു. നിങ്ങൾ പറഞ്ഞത് യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യക്തമാകുന്നു. ഞങ്ങൾ അവൻ്റെ കാര്യം നോക്കിയതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ വിലപിച്ചുകൊണ്ട് നടന്നതിനാലും എന്ത് പ്രയോജനമാണുള്ളത്? ആകയാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാന്മാർ എന്ന് വിളിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു. ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നു. യഹോവ ഭക്തന്മാർ അന്ന് പരസ്പരം സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ചു കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമം സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണയുടെ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. അവർ എനിക്കുള്ളവരായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ പ്രവർത്തിക്കാനുള്ള ദിവസത്തിൽ അവർ എൻ്റെ പ്രത്യേക നിക്ഷേപമായിരിക്കും. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനോട് കരുണ കാണിക്കുന്നത് പോലെ ഞാൻ അവരോട് കരുണ കാണിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിൽ ദൈവത്തെ ആരാധിക്കുന്നവനും അവനെ ആരാധിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. ഇത് ഞാൻ പറഞ്ഞത് ഈ വായിച്ച നിങ്ങൾ മനസ്സിലാക്കണമല്ലോ. അതായത് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, നമ്മൾ ദൈവത്തെ ഇത്രയും വിളിച്ചു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് നമുക്ക് കഷ്ടതയും പ്രയാസവും എന്തിനായി ഒരു ഉന്മേഷം ഒരു ഉയർച്ചയും നമുക്കുണ്ടാകുന്നില്ല. എന്നാൽ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ കൊള്ളയും കൊലയും ചെയ്യുന്നവൻ അഭിവൃദ്ധി പ്രാപിക്കുന്നു. അതൊക്കെ പ്രാപിച്ചോട്ടെ, നമ്മളതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട. നമുക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. അതാണ് ഇവിടെ ഞാൻ വായിച്ചത്. നിങ്ങൾക്ക് ഞാൻ വായിച്ച ഭാഗം അറിയാനും വേണമെങ്കിൽ ഒന്നുകൂടെ വായിച്ചു നോക്കൂ. അതുകൊണ്ട് നമ്മൾ ദുഷ്ടന്മാർ ഉന്നതി പ്രാപിക്കുന്നു നോക്കിയിട്ട് നമ്മൾ മനപ്രയാസപ്പെടേണ്ട. ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് പ്രയോജനമെന്ന് ചിന്തിച്ച് വിഷമിക്കരുത്. തീർച്ചയായിട്ടും നമുക്ക് പ്രതിഫലം കിട്ടും.